ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കയുമായി സംസാരിച്ച് അവിടെ നിന്ന് പോകാനായി നിൽക്കുന്ന വക്കീലും കൂടെ വന്ന ഡയറക്ടറും ശരത്തിനോട് ചോദിച്ചു, എടാ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഈ സിനിമ തുടങ്ങുക? ആ പെൺകുട്ടി ഉടനെ തന്നെ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ പണം ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എന്നല്ലേ അറിയിച്ചതെന്ന് ചോദിച്ചതും ശരത്ത് പറഞ്ഞു, അതെ, കുറച്ച് നമ്മൾ മെനക്കെടണം, അല്ലാതെ വെറുതെ ഇങ്ങനെ പണം കയ്യിലോട്ട് വരത്തൊന്നുമില്ലല്ലോ. വലിയ കഷ്ടപ്പാടൊന്നും ഇതിന് സഹിക്കണ്ടല്ലോ. അവളുടെ കയ്യില് ഒരു 5 കോടി വന്നിട്ടുണ്ട്. അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് അവൾക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ അവളുടെ കയ്യിലിരിക്കുന്ന ആ പണം അതെങ്ങനെയും നമ്മുടെ പോക്കറ്റിലേക്ക് എത്തിക്കുക, അതാണ് ഇനിയുള്ള എന്റെ ലക്ഷ്യം. ഇത്രയും നാളും അവളുടെ പിന്നാലെ വെറുതെ നടന്നതല്ലേ. ആറ്റുവാശ്ശേരി ക്രിയേഷൻ എങ്കിൽ ആറ്റുവാശ്ശേരി ക്രിയേഷൻ, അങ്ങനെ ഒരു കമ്പനി നമുക്ക് വെറുതെ അങ്ങ് ഉണ്ടാക്കാവുന്നേ. അല്ലാതെ അതില് നമ്മള് പണമൊന്നും പുറത്തിറക്കാൻ പോകുന്നില്ലല്ലോ. അവളെ പറ്റിക്കാനായിട്ട് ഒരു കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അതിന്റെ പേരിൽ ഒരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. പിന്നെ പണം അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഊറ്റണമെന്ന് എനിക്കറിയാം. അത് കേട്ടതും ഡയറക്ടറായിട്ട് എത്തിയ ആള് ചോദിച്ചു, എടാ അത് ശരിയാവുമോ? അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, എടാ ജോൺസെ, നിനക്കറിഞ്ഞൂടെ, ഇത്രയും നാളും ഞാൻ അവളുടെ പിന്നാലെ നടന്നതല്ലേ. അവളുടെ കയ്യിലിരിക്കുന്ന പണം നമ്മുടെ പോക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട വഴികളൊക്കെ എനിക്കറിയാം. അതിനുശേഷം അവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? അവളുടെ വീട്ടുകാരുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി അതിലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും അല്ലല്ലോ നമ്മളിപ്പോ പോകുന്നത്. അവളുടെ പണം കൈക്കലാക്കുക, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനുശേഷം എന്ത് വേണമെങ്കിലും സംഭവിച്ചാലും നമുക്ക് പ്രശ്നമൊന്നും തന്നെയില്ല. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ അവളെ ഏത് വിധേനയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം മാത്രമാക്കി മാറ്റണം. ഇപ്പോ കുറെ നാള് അവളുടെ പിന്നാലെ നടന്ന് ഞാൻ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തില്ലേ. അവളുടെ പണം കൈ കിട്ടിയിട്ട് അവള് ഇനി എന്ത് കാട്ടിയാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അടുത്ത് വന്ന വക്കീല് ചോദിച്ചു, അല്ല പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിച്ചതും, പിന്നീട് എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? നമുക്കറിയത്തില്ലേ ഈ ഫിലിം ഫീൽഡിൽ വന്നാൽ എന്താ സംഭവിക്കുക എന്ന്. അതുകൊണ്ട് ആ 5 കോടി അത് അവൾക്ക് അത്ര വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. അതെങ്ങനെയും എന്റെ കയ്യിൽ എത്തിക്കുക, അതാണ് എന്റെ ലക്ഷ്യം എന്ന് ശരത്ത് തന്റെ മനസ്സിലുള്ള ഉദ്ദേശം അവരോട് പങ്കുവച്ചു. അതിനുശേഷം രാവിലെ കുളിച്ചെല്ലാം കഴിഞ്ഞ് ജയഭാരതി മുത്തശ്ശിയും വരുണിന്റെ റൂമിനരികിലേക്ക് എത്തി. വരുൺ സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ട് അവിടെ പ്രിയങ്കയെ റൂമിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് മുത്തശ്ശി നോക്കുന്നു. എങ്ങും പ്രിയങ്കയെ കാണാതായതോടെ വേഗം ഹാളിലേക്ക് വന്നതും അവിടെ സെറ്റിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന പ്രിയങ്കയെ മുത്തശ്ശി കണ്ടു. ഉടനെ അരികിലേക്ക് എത്തി മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ചുണർത്തി. ചാടി എഴുന്നേറ്റ പ്രിയങ്ക എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചതും മുത്തശ്ശി ചോദിച്ചു, അതെ, ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ പൂജ തുടങ്ങിയതിനു ശേഷം ഒരു രാത്രി ഒരിക്കലിരുന്നിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കണമെന്ന്, ഭജനയോടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ കുട്ടി കാണിച്ചത്? അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, മുത്തശ്ശി ഞാൻ ഇന്നലെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നതാണ്. അപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അപ്പോ കുറച്ചു നേരം ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ നടന്നിട്ട് ഇപ്പൊ തിരികെ വന്നപ്പോ വെള്ളമൊക്കെ കുടിച്ച് വന്നു കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഇവിടെ വന്ന് ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. അതാ സംഭവിച്ചത്. ഇനി ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും പൂജയോ മറ്റോ ഉണ്ടോ എന്ന് നമുക്ക് പൂജാരിയോട് ചോദിക്കാം. തിരുമേനി പറയുമല്ലോ. അങ്ങനെ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഞാൻ ചെയ്യാൻ തയ്യാറാ. എന്താ മുത്തശ്ശി, അത് പോരെ എന്ന് പ്രിയങ്ക അന്വേഷിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെന്തെങ്കിലും ആട്ടെ, ഇന്ന് രാവിലെ തന്നെ കുളിച്ച് ഈറനോടെ ആദിത്യ ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ ഇതുവരെയായിട്ടും അതൊന്നും ചെയ്യാത്തത് എന്താ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, ഓ അതാണോ, അതുതാ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പ്രിയങ്ക വേഗം എഴുന്നേറ്റ് പോകുന്നു. ഈ സമയത്ത് പ്രിയങ്കയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മുത്തശ്ശി ഓർത്തു. ഇതുവരെ പൂജകൾ ഓരോ കാര്യങ്ങളും അവൾ കൃത്യമായി ചെയ്യാതെ ഇങ്ങനെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. ഇതുപോലെ പോയാൽ വരുണിന്റെ ഭാവി എന്താകും എന്ന് മുത്തശ്ശി ആശങ്കപ്പെട്ടു. അല്പസമയം കഴിഞ്ഞതും കുളിച്ച് ഈറനോടെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന പ്രിയങ്കയെ മുത്തശ്ശി ശ്രദ്ധിച്ചു. അവിടെ വന്ന് നിൽക്കുന്ന പ്രിയങ്ക പെട്ടെന്ന് ചോദിച്ചു, അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്ത് കാര്യത്തിനാ? ഈ വരുണിനും കണിമംഗലം തറവാടിനുമൊക്കെ ഐശ്വര്യവും പ്രതാപവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ ഗുണം എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു. ഇത് മുത്തശ്ശി കേട്ടതും മുത്തശ്ശി ആലോചിച്ചു, ഇവൾ ഈ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് അവള് മനസ്സിൽ ഒട്ടും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. ഈ കുടുംബം തകർന്നു പോകുന്നതിന് വേണ്ടിയാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. ഭഗവാനോട് പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മനസ്സ് അർപ്പിച്ചു വേണം ഈ വഴിപാടുകൾ നടത്താൻ.
അങ്ങനെയൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മുത്തശ്ശി ആശങ്കപ്പെട്ടു. എന്തായാലും എന്താണ് അപ്പുറത്ത് രാധിക ചെയ്യുന്നതെന്ന് അറിയാനായി മുത്തശ്ശി വേഗം ഔട്ട് ഹൗസിന് അരികിലേക്ക് ചെന്നതും അവിടെ മുറ്റത്ത് ഈറനോട് വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന രാധികയെ മുത്തശ്ശി കണ്ടു. അപ്പോഴേക്കും മുത്തശ്ശി മനസ്സിൽ പറഞ്ഞു, എന്തായാലും വരുൺ താലി കെട്ടിയ പെൺകുട്ടി തന്നെയാണ് പൂജകൾ കൃത്യമായി ചെയ്യുന്നത്. അത് മതി, തീർച്ചയായിട്ടും വരുണിന്റെ ഭാവി ജീവിതത്തിന് രാധികയുടെ പ്രാർത്ഥന മാത്രം മതി എന്ന് മുത്തശ്ശി രാധിക അവിടെ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ കണിമംഗലത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം രാധികയെ അവിടെ പൂജ ചെയ്യുമ്പോ പ്രിയങ്ക എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി താൻ പൂജ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനായി പൂജാമുറിയിലേക്ക് കയറിയും അവിടെ പുഷ്പങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച കണ്ടു. മുത്തശ്ശി വന്ന് നോക്കുമ്പോ അതൊക്കെ കുറെ പൂക്കൾ തന്റെ ദേഹത്തേക്കും കുറെയൊക്കെ അവിടെ ഇരിക്കുന്ന ഫോട്ടോയ്ക്ക് അരികിലേക്കായി അവിടെ ഇവിടങ്ങളിലായി വലിച്ചെറിയുന്നതുമൊക്കെ കണ്ടതോടെ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി. പ്രിയങ്ക ഒട്ടും മനസ്സർപ്പിച്ചല്ല ഇതെല്ലാം ചെയ്യുന്നത്, വെറുതെ കുട്ടിക്കളിയായി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ഇത്തരം പരിപാടികളൊക്കെ ഇവളിങ്ങനെയെല്ലാം കാഴ്ചവെച്ചിട്ട് എന്തെല്ലാം ശാപമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് മുത്തശ്ശി ആശങ്കപ്പെട്ടു. അപ്പോഴാണ് അപ്പുറത്തെ ഔട്ട് ഹൗസിൽ നിന്ന് രാധിക നല്ല രീതിയിൽ കീർത്തനം ആലപിക്കുന്നത് കേട്ടത്. അത് കേട്ടതും മുത്തശ്ശി കുറച്ചു നേരത്തേക്കൊന്ന് ശ്രദ്ധിച്ചു. ഇത് രാധിക മോള് തന്നെ ആയിരിക്കുമോ എന്ന സംശയം തീർക്കാനായി വേഗം അവിടേക്ക് ഔട്ട് ഹൗസിന് അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും പൂജാമുറിക്ക് അരികിലായി മുത്തശ്ശി പുറത്തുനിന്ന് ആ ജനലൊന്ന് തുറന്നു നോക്കി. അവിടെ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് കീർത്തനം ആലപിക്കുന്ന രാധികയെ കണ്ടതോടെ മുത്തശ്ശിയുടെ മനസ്സ് നിറഞ്ഞു. ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് വരുണിനും കുടുംബത്തിനും വേണ്ടി വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന രാധികയെ കണ്ടതോടെ മുത്തശ്ശിക്ക് ആശ്വാസമായി. ഈശ്വര, വരുൺ താലി കെട്ടിയ പെൺകുട്ടി അവന് വേണ്ടി എല്ലാം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ പൂജകളും വഴിപാടുകളും എല്ലാം തീർച്ചയായും ഭഗവാൻ സ്വീകരിക്കുമെന്നും ഉറപ്പാണ്. എന്തായാലും രാധിക മോൾ തന്നെയാണ് വരുണിന്റെ ഭാര്യ ആകേണ്ടതും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ കണിമംഗലത്തേക്ക് മടങ്ങി. ഈ സമയത്ത് പ്രിയങ്കയോട് പണം എങ്ങനെയാണ് പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കേണ്ടതെന്നതിനെ കുറിച്ച് ശരത്തും കൂട്ടുകാരും ആലോചിച്ചു. പ്രിയങ്കയോട് താൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും നമ്മൾ തയ്യാറാക്കിയ രജിസ്റ്റർ ചെയ്ത ആ കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും അതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് പറയാം. പിന്നെ ആ അക്കൗണ്ടിൽ എന്റെയും പ്രിയങ്കയുടെയും ഒരു മ്യൂച്വൽ അക്കൗണ്ട് ആക്കി മാറ്റുകയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കൈകാര്യം ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ഇനി ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും അവളുടെ കയ്യിലെ പണം അത് എങ്ങനെയും കൈക്കലാക്കുക, അത് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് ശരത്ത് അറിയിച്ചു. കട്ടയ്ക്ക് നിങ്ങളും കൂടെ നിന്നാൽ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുമ്പോ പ്രിയങ്ക അവരുടെ അരികിലേക്ക് എത്തി. ഉടനെ ശരത്ത് പറഞ്ഞു, അതെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കണം കേട്ടോ എന്ന് അവർക്ക് വേണ്ട നിർദ്ദേശം നൽകി. ഒന്നും അറിയാത്തതുപോലെ അവരങ്ങനെ നിൽക്കുമ്പോ പ്രിയങ്ക അരികിലേക്ക് എത്തി ശരത്തിനോട് ചോദിച്ചു, എന്താ ശരത്തെ, എന്താ കാര്യം? അപ്പോഴേക്കും ശരത്ത് അവിടെ വന്നിരുന്ന ഡയറക്ടറോട് നേരത്തെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി. അതെ, പ്രിയങ്ക നമ്മുടെ അരികിലേക്ക് എത്തുമ്പോ കഴിഞ്ഞ ദിവസം ഒരു തിരുമേനിയുടെ പേര് താൻ പറഞ്ഞിരുന്നല്ലോ, ഏതാ തിരുമേനി എന്ന് ചോദിച്ചതും ഡയറക്ടർ അപ്പോഴേക്കും അയാളുടെ പേര് മറന്നുപോയി. ഉടനെ ശരത്ത് പറഞ്ഞു, അതെ, വെറുതെ നമ്മൾ അവളുടെ മുന്നിൽ ഒന്ന് ആളാകാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും പറയുന്ന കള്ളങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. അന്ന് പറഞ്ഞ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ദേവമംഗലം ബാലൻ നമ്പൂതിരി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നമുക്കിനി ആവശ്യമുള്ളതാണ്. അവൾ വരുമ്പോ നാളെ തന്നെ നമ്മുടെ ഷൂട്ട് തുടങ്ങണമെന്നാണ് തിരുമേനി പറഞ്ഞതെന്നും നാളെ വൈകുന്നേരം നമുക്ക് ഷൂട്ട് തുടങ്ങാമെന്നും അവളോട് പറയണം. ആ മുഹൂർത്തം കഴിഞ്ഞാൽ, നാളത്തെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മംഗളകർമ്മവും നമുക്കിത് നടത്താൻ കഴിയില്ല എന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഡയറക്ടറോട് ശരത്ത് പറഞ്ഞു. അത് കേട്ടതിന് പ്രകാരം ഡയറക്ടർ പ്രിയങ്ക അരികിലേക്ക് എത്തിയതും ശരത്തിന് അരികിലേക്ക് എത്തി പ്രിയങ്ക ചോദിച്ചു, എന്താ ശരത്തെ, നീ അത് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ റെഡിയാക്കണമെന്ന്. അതുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കമ്പനി രജിസ്റ്ററും ചെയ്തു. ഇനി നാളെ തന്നെ ഷൂട്ട് തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഉടനെ തന്നെ ഡയറക്ടർ പ്രിയങ്കയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പ്രിയങ്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരു തിരുമേനിയുടെ കാര്യം, ബാലൻ തിരുമേനി, അദ്ദേഹത്തെ കണ്ടിരുന്നോ? അദ്ദേഹം പറഞ്ഞത് നാളത്തെ ദിവസം തന്നെ നമ്മുടെ ഷൂട്ട് ആരംഭിക്കണമെന്നാണ്. നാളെ എന്തോ പ്രത്യേകതയുള്ള ദിവസമല്ലേ എന്ന് ശരത്ത് അപ്പോഴേക്കും എടുത്തു ചോദിച്ചു. ഉടനെ പ്രിയങ്ക പറഞ്ഞു, അതെ, നാളെ എന്തോ വിശേഷപ്പെട്ട ദിവസമാണ്. ഞാൻ പറഞ്ഞില്ലേ കണിമംഗലത്ത് നടക്കുന്ന പൂജകളുടെ അവസാന ദിവസമാണ് നാളെ. അതുകൊണ്ട് നാളെ എന്തൊക്കെയോ പ്രത്യേകതയും ഉണ്ട് എന്ന് പ്രിയങ്കയും അറിയിച്ചു. ഉടൻ തന്നെ ഡയറക്ടർ പറഞ്ഞു, അതുകൊണ്ടാണ് നാളത്തെ ദിവസം നമ്മുടെ ഷൂട്ട് ആരംഭിക്കണമെന്ന് തിരുമേനി അറിയിച്ചത്.
പിന്നെ അത് മാത്രമല്ല, നാളെ നമുക്ക് ഷൂട്ട് തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ നാള് വെച്ച് ഇനി ഒരു വർഷത്തേക്ക് പ്രിയങ്കയ്ക്ക് ഒരു ശുഭകാര്യങ്ങളും തുടങ്ങാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് നാളെ തന്നെ നമ്മുടെ ഷൂട്ട് ആരംഭിക്കണം. അത് കേട്ടപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, അയ്യോ അതെങ്ങനെ ശരിയാകും? വരുണിന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ആ പണം തന്നതിന്റെ എന്റെ പ്രത്യുപകാരം എന്നോണം ഞാനത് ചെയ്തു കൊടുക്കേണ്ടത് എന്റെ കടമ കൂടിയാണ്. നാളെ വരുണിന്റെ വീട്ടിൽ നടക്കുന്ന പൂജയുടെ അവസാന ദിവസമാണ്. എന്തൊക്കെയോ കർമ്മങ്ങൾ ഞാനും ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാൻ എനിക്ക് കൂടെ നിന്നേ പറ്റൂ. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഫ്രീ ആകൂ എന്ന് പ്രിയങ്ക അറിയിച്ചു. അപ്പോഴേക്കും ശരത്ത് ആകെ മുഖം ഒഴിച്ചുകൊണ്ട് പ്രിയങ്കയുടെ അരികിലേക്ക് എത്തി. അല്ലെങ്കിലും പ്രിയങ്കയെ, നിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ടാൽ ഇങ്ങനെ തന്നെയാണ്. എന്തൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നാലും അവസാന നിമിഷം നിനക്ക് ഇതുപോലെ എന്തെങ്കിലും മുട്ടാപ്പൊക്കെ പറയാനുണ്ടാവും. എന്തായാലും നിന്റെ സ്വപ്നവും ഭാവി ജീവിതമൊക്കെ നീ അങ്ങ് മനസ്സിൽ അങ്ങനെ കൊണ്ടു നടന്നു. അതാ നല്ലത്. ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് ശരത്ത് ആകെ ദേഷ്യത്തോടെ അറിയിച്ചു. അത് കേട്ട ഉടനെ പ്രിയങ്ക പറഞ്ഞു, ശരത്തെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. വരുണിനോട് ഞാൻ വലിയൊരു ചതി കാട്ടുന്ന പോലെ ആവില്ലേ അയാൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ എന്ന് ചോദിച്ചപ്പോ ഉടനെ വരുണിന്റെ കാര്യം പറഞ്ഞത് കേട്ട് ശരത്ത് ചോദിച്ചു, അല്ല വരുണിനോട് നിനക്ക് എന്താ ഇത്ര വലിയ സോഫ്റ്റ് കോർണർ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും അവന്റെ കൂടെ ഒന്നും നീ ജീവിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ നീ എന്തിനാ അവന് കൊടുത്ത വാക്കിനെ കുറിച്ച് ഓർത്ത് ഇത്ര ടെൻഷൻ ആവേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം, നീ ഇപ്പൊ നിന്റെ കാര്യം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നേലാവുന്ന രീതിയിലൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇനിയും നീ അതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് ശരത്ത് ദേഷ്യപ്പെട്ടു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു. നാളെ എങ്കിൽ നാളെ ഞാൻ വരാം. നിങ്ങള് കാര്യങ്ങളൊക്കെ അടുപ്പിച്ചോ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോയതും ശരത്തും കൂട്ടുകാരും പ്രിയങ്കയെ എങ്ങനെയെങ്കിലും വളച്ച് നമ്മുടെ പരിധിയിൽ എത്തിക്കുക എന്നത് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിന്റെ സന്തോഷത്തിൽ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം കണിമംഗലത്ത് പൂജകൾ ഓരോന്നും അവസാനിക്കാൻ പോകുന്നതിന്റെ ആ നിമിഷത്തിൽ ഗൗതമും ചന്ദ്രശേഖറും കൂടി ആകെ ടെൻഷനിലായി. ഗൗതം ചോദിച്ചു, അല്ലച്ചാ, ഇങ്ങനെ പൂജയും വഴിപാടും ഒക്കെ കൃത്യമായി മുന്നോട്ട് നീങ്ങിയാലേ വരുണിനെ പിന്നെ നമുക്ക് തൊടാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അവന്റെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആകുകയും ചെയ്യും. അല്ല, എന്താ അച്ഛന്റെ തീരുമാനം? അവനെ അങ്ങ് വെറുതെ അങ്ങ് വിടാനാണോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖർ പറഞ്ഞു, ഹേയ്, ഒരിക്കലുമില്ല. ഈ വഴിപാട് പൂജകളും അത്ര ഭംഗിയായി പൂർത്തിയാകാൻ പോകുന്നില്ല. ഇനിയുമുണ്ടല്ലോ ഒരു ദിവസം എന്ന് പറഞ്ഞതും അതോടെ തീരുവേലേ? പ്രിയങ്ക എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയല്ലേ എന്ന് ഗൗതം അന്വേഷിച്ചു. അപ്പോഴാണ് അവിടേക്ക് വന്ന ഉർവശി പറഞ്ഞത്, ഇല്ല, ഒരിക്കലും ഇത് തീരാൻ പോകുന്നില്ല. എല്ലാവരും ഞെട്ടലോടെ നോക്കിയപ്പോ ഉർവശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇന്നലെ ഇവിടെ പൂജ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരിക്കലിരുന്ന് രാത്രി മുഴുവൻ ഭജന ഇരിക്കണം എന്നാണ് തിരുമേനി പറഞ്ഞിരുന്നത്. എന്നിട്ട് പ്രിയങ്ക എന്താ ചെയ്തെന്നറിയാവോ? ഇന്നലെ രാത്രിയിൽ പ്രിയങ്കയ്ക്ക് കഴിക്കാനായിട്ട് കൽപ്പന കൃത്യമായി തന്നെ ഓട്സ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ഓട്സ് കയ്യിലേക്ക് കിട്ടിയതും പ്രിയങ്ക അത് വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചു കുടിക്കുകയും ചെയ്തു. എന്നിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ രാവിലെ ഈറനോടെ വന്ന് ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ നിന്ന് പൂജ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മുഴുവൻ ഭജന ഇരിക്കണമെന്നും. എന്നിട്ട് എന്താ ഇപ്പൊ പ്രിയങ്ക ചെയ്യുന്നറിയാവോ? പ്രിയങ്ക ഇപ്പോ കൽപ്പനയുടെ റൂമിലുണ്ട്. എന്തിനാന്നറിയാവോ? ചിക്കൻ പൊരിച്ചത് കഴിക്കാനായിട്ട്. അതിനുവേണ്ടി കൽപ്പന വളരെ തന്ത്രപരമായിട്ട് പ്രിയങ്കയെ റൂമിൽ കൊണ്ടുചെന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ പൂജയും വഴിപാടും കൊണ്ട് എന്ത് ഫലം ഉണ്ടാകാൻ പോകുന്നേ? ഇന്നത്തോടെ പൂജയുടെ ഒക്കെ ഗുണമൊക്കെ ഇതോടെ അവസാനിച്ചോളും. അതോർത്ത് നിങ്ങൾ ആശങ്കപ്പെടണ്ട എന്ന് ഉർവശി പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഉർവശിയുടെ വാക്ക് കേട്ട് ചന്ദ്രശേഖർ ചോദിച്ചു, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ പൂജയുടെ അവസാന ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും ആപത്തുകൂടി സംഭവിച്ചാലോ? അവള് ഈ വഴിപാടിലും പൂജയിലും വരുത്തിയ വീഴ്ചകൾ കൊണ്ടാണ് അവൾക്ക് ദൈവകോപം ഉണ്ടായതെന്നും അതിന്റെ ഫലമായിട്ട് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്നും നമുക്ക് വരുത്തി തീർക്കാവല്ലോ. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉർവശി ചോദിച്ചു, അല്ല ചന്ദ്രൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു, അതെ ഉർവശി, ഇനി അവൾ ജീവനോടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് വരാൻ പോകുന്നില്ല. കുടുംബക്ഷേത്രത്തിൽ നിന്ന് അവള് പുറത്തേക്ക് ഇറങ്ങുന്നതിൽ നമ്മൾ ജീവനറ്റ ശരീരം മാത്രമായിട്ടായിരിക്കും അവൾ ഇനി കാണുന്നത്. അതിനുള്ള വഴികൾ എനിക്കറിയാം എന്ന് ഉർവശിയോട് ചന്ദ്രശേഖർ പറയുമ്പോ, എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തു തുടങ്ങിയെന്ന് ഗൗതം ഉർവശിയെ നോക്കി അറിയിച്ചു.